ബംഗളൂരുവിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിലുണ്ടായ തീപിടുത്തത്തിൽ ഐസിയുവിൽ ചികിത്സയിലായിരുന്ന മലയാളി യുവാവ് മരിച്ച സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കടക്കം പരാതി നൽകാനൊരുങ്ങി ബന്ധുക്കൾ. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന കൊല്ലം പുനലൂർ സ്വദേശി സുജയ് പണിക്കറാണ് മരിച്ചത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഉച്ചയോടെ മത്തിക്കരയിലെ MS രാമയ്യ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് തീപിടുത്തം ഉണ്ടായത്. ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ശ്വാസതടസ്സമുണ്ടായാണ് യുവാവ് മരിച്ചതെന്നും സുജയുടെ ജീവൻ രക്ഷപ്പെടുത്തുന്നതിൽ ആശുപത്രി അധികൃതർക്ക് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നാണ് ബന്ധുക്കളുടെ ആരോപണം. യുവാവ് മരിച്ച വിവരം ബന്ധുക്കളെ യഥാസമയം അറിയിക്കാതെ മറച്ചുവെച്ചു. തീപിടുത്തം ഉണ്ടായപ്പോൾ എത്തിച്ചേർന്ന മാധ്യമപ്രവർത്തകർ മടങ്ങിപ്പോയ ശേഷമാണ് മരണവിവരം പുറത്തുവിട്ടതെന്നും ആരോപിക്കുന്നു. അപകടത്തിന് പിന്നാലെ ശ്വാസതടസ്സം നേരിട്ട യുവാവ് ഉച്ചയ്ക്ക് 1 മണിയോടെ മരിച്ചെങ്കിലും വൈകുന്നേരം 4 മണിവരെ മരണവിവരം മറച്ചുവെക്കുകയായിരുന്നു. മതിയായി ചികിത്സ നൽകുന്നതിലടക്കം ഗുരുതര വീഴ്ച വരുത്തി. ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഗുരുതര അനാസ്ഥയുണ്ടായി. യുവാവിൻ്റേത് കേവലം അപകടമരണമല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. കേന്ദ്ര ഏജൻസികൾ വിശദമായ അന്വേഷണം നടത്തി ആശുപത്രി അധികൃതർക്കെതിരെ നടപടിയെടുക്കണമെന്നും മകന്റെ മരണത്തിൽ നീതി ലഭിക്കണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, കർണാടക ഗവർണർ എന്നിവർക്കടക്കം പരാതി നൽകും. ഉച്ചയ്ക്ക് 1 ആശുപത്രിയിലെ 1-ാം നിലയിലെ ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലാണ് തീപിടുത്തമുണ്ടായത്. തീ അതിവേഗം പടർന്നത് രോഗികളും കൂട്ടിരിപ്പുകാരും അടക്കമുള്ളവരെ പരിഭ്രാന്തിയിലാക്കി. CCUവിലുണ്ടായിരുന്ന 12 രോഗികളെയും ഉടൻ ഒഴിപ്പിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. തീപിടുത്തത്തിൽ ആർക്കും പരിക്കില്ലെന്നും രോഗികൾ സുരക്ഷിതരാണെന്നുമായിരുന്നു ആശുപത്രി അധികൃതരുടെ വിശദീകരണം. കഴിഞ്ഞ 19 ദിവസമായി ശ്വാസകോശ സംബന്ധമായ അസുഖം മൂലം ഐസിയുവിൽ ചികിത്സയിലായിരുന്നു സൂരജ്. എക്സ്മോ സപ്പോർട്ടിലാണ് സൂരജിന്റെ ജീവൻ നിലനിർത്തിയിരുന്നത്. തീപിടുത്തമുണ്ടായപ്പോൾ സൂരജിനെ ഐസിയുവിൽ നിന്ന് മാറ്റി രക്ഷപ്പെടുത്തുന്നതിൽ ആശുപത്രിക്ക് വീഴ്ചയുണ്ടായെന്നും ബന്ധുക്കൾ ആരോപിച്ചു. വിവരം മറച്ചുവെക്കാനാണ് ആശുപത്രി അധികൃതർ ശ്രമിക്കുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു. ചികിത്സയ്ക്കായി 35,60,705 ലക്ഷം രൂപയുടെ ബില്ലാണ് ആശുപത്രി അധികൃതർ നൽകിയത്. ഇതിൽ 17,05,000 രൂപ ബന്ധുക്കൾ ആശുപത്രിയിൽ അടച്ചിരുന്നു. 3.5 ലക്ഷം രൂപ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നും നൽകിയിരുന്നു. തീപിടുത്തത്തിൽ അല്ല മരണം എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു. അഗ്നിശമന സേനയുടെ 3 വാഹനങ്ങൾ സ്ഥലത്തെത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സുജയിന്റെ അച്ഛന്റെ പരാതിയിൽ ആശുപത്രിക്കെതിരെ സദാശിവനഗർ പോലീസ് കേസെടുത്തിരുന്നു.